ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ദിലീപിന്റെ തെറ്റെന്ന് പറഞ്ഞ ദിലീപിനെ കോടതിയിൽ നിന്ന് വെറുതെ വിടുന്നു. കോടതി വിട്ടപ്പോൾ ചാനലുകൾ പത്രങ്ങളെല്ലാം ദിലീപിന്റെ മേലെ തുടങ്ങും. അപ്പോൾ ദിലീപ് പറഞ്ഞിട്ടായിരുന്നു ദൈവത്തിന് നന്ദി, ഞാൻ ദിലീപിന് ഇഷ്ട ദൈവം ഏതെങ്കിലും ദൈവത്തിന്റെ പേരും പറഞ്ഞോട്ടെ, ദിലീപ് ഏത് ദൈവമാണ് പറഞ്ഞോട്ടെ, ദൈവത്തിന് നന്ദി, നീ സത്യത്തിന്റെ വിജയമാണ്, സത്യമേവ ജയതേ. വിശദമായി പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ വിധി വരണം, എന്നിട്ട് പ്രതികരിക്കാം, വക്കീലിനോട് ചോദിക്കണം. എന്തായാലും എന്തെങ്കിലും പറഞ്ഞു പോകാമായിരുന്നു. ദിലീപ് പകരം കൃത്യം മഞ്ജുവാരുടെ പേര് പറഞ്ഞ് എന്നെ പോലെ ഒരുത്തനായിരുന്നു. സത്യം പറയാണ്, ഞാൻ അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്, സഭ്യതയില്ലാത്തതാണെന്ന് തോന്നരുത്. പിണറായി തുലയട്ടെ, വീണ്ടും വീണ്ടും പറയുന്നു, കേരളം മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ, പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു, ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു. ഞാൻ എന്നെ ഉടുപ്പിടാതെ ജയിലിൽ കൊണ്ടു, വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടുണ്ടാ. പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിലടയ്ക്കും.